നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ മൺസൂണിന്റെ കൃത്യതയെക്കുറിച്ച് 1887 പുറത്തിറക്കിയ മലബാർ മാനുവലിൽ വില്യം ലോഗൻ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം കാലാവസ്ഥയുടെ കണിശതയാണ്. ഈ എഴുത്തുകാരൻ ഒരു മാർച്ച് മാസത്തിന്റെ തുടക്കത്തിലോ മറ്റോ ഒരു നാട്ടുകാരനോട് അടുത്തെങ്ങാനും മഴ കിട്ടുമോ എന്ന് ചോദിച്ചു. ഉത്തരം ഉടനെ വന്നു. മാർച്ച് 22-ന് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ആദ്യത്തെ മഴ കിട്ടും എന്നായിരുന്നു മറുപടി. അയാൾ പറഞ്ഞ സമയത്ത് മഴ പെയ്തിറങ്ങി. സീസണുകളുടെ കാര്യത്തിൽ യാതൊരു കൃത്യതയുമില്ലാത്ത നാടുകളിൽ ജീവിക്കുന്നവരെ അമ്പരപ്പിക്കുന്ന കൃത്യതയാണിത്. മാസവും ദിവസവും മണിക്കൂറുകളും വരെ കൃത്യമായി പറയാൻ കഴിയുന്നത്ര കൃത്യത. ഇന്ന് മലയാളികൾ ഈ വരികൾ വായിച്ചാൽ അമ്പരന്ന് പോകും. ഇങ്ങനെയൊരു കേരളത്തെ കാണാത്തവരാണ് നമ്മിൽ ഭൂരിഭാഗം പേരും. വില്യം ലോഗൻ കണ്ട കേരളത്തിലെ സമയകൃത്യത ഇപ്പോഴില്ലെങ്കിലും ഇന്നും നമുക്ക് മൺസൂണും ഞാറ്റുവേലയും എല്ലാം ഉണ്ട്. കേരളത്തിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട മഴ തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. കാലവർഷം എന്ന മലയാളത്തിൽ പറയുന്ന ഈ മഴ സീസൺ യഥാർത്ഥത്തിൽ എന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ? ആരാണ് ആ പേരിട്ടത്? എന്താണ് അതിൻ്റെ അർത്ഥം? മൗസി. മൺസൂൺ കാലാവസ്ഥ നന്നായാൽ നല്ല വിളവെടുപ്പ് നടക്കും. സ്വാഭാവികമായും കച്ചവടവും നന്നായി നടക്കും. കച്ചവടത്തിന് കേരളത്തിലെത്താറുള്ള അറബികൾക്ക് ഈ സീസൺ ഇക്കാരണത്താൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. സീസൺ തുടങ്ങി എന്നാണ് അവർ പറയുക. സീസൺ എന്നതിന് അറബിയിൽ മൗസിം എന്നൊരു വാക്കുണ്ട്. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന പേരിട്ടത് കേരളത്തിൽ വന്നും പോയും ഇരിക്കുന്ന ഈ കച്ചവടക്കാരാണ്. മൗസിം എന്ന വാക്ക് പല രാജ്യക്കാരുടെ ഭാഷകളിലൂടെ കടന്നു വന്ന് മൺസൂൺ എന്നായി മാറി. ക്രമേണ നാം മലയാളികളും ആ പേരിനെ ഏറ്റെടുത്തു. ഇപ്പോൾ സീസൺ എന്നല്ല മൺസൂൺ എന്ന വാക്കിന് അർത്ഥം, മറിച്ച് കാലവർഷം എന്നാണ്. എന്താണ് കാലവർഷം? ഇടവത്തിന്റെ പാതിയിൽ അഥവാ ഏതാണ്ട് സ്കൂൾ തുറക്കുന്ന ദിവസം പെയ്യുന്ന മഴ എന്നാണ് നാം ലളിതമായി മനസ്സിലാക്കിയിരിക്കുന്ന മൺസൂൺ. ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്നതാണ് തെക്കു പടിഞ്ഞാറൻ കാലവർഷം. ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിൽ നിന്നും വീശിയടിക്കുന്ന കനത്ത കാറ്റാണ് മഴയുടെ കാരണക്കാരൻ. ഈ കാറ്റ് ഒപ്പം കണ്ടുവരുന്ന ഈർപ്പഭാരം പശ്ചിമഘട്ട മലനിരകളിൽ തട്ടുകയും ക്രമേണ ആകാശത്തേക്ക് കൂടുതൽ ഉയരുകയും തൽഫലമായി ഈർപ്പം കൂടുതൽ തണുക്കുകയും മഴയായി പെയ്യുകയും ചെയ്യുന്നു. ലളിതമായ വിശദീകരണം ഇതാണ്. തിബറ്റൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ മേഖലയിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കുഭാഗത്തെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നുള്ള വായുവിന്റെ സഞ്ചാരമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം വന്നു ചേരുകയെന്നതിനാൽ ഈ ഘട്ടത്തിൽ എല്ലാവരും കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുന്നത് പതിവാണ്. കേരളത്തിൽ നിന്ന് പശ്ചിമഘട്ടത്തിനരികിലൂടെ ഉത്തരേന്ത്യയിലേക്കും കടലിലൂടെ തന്നെ വടക്കു കിഴക്കൻ മേഖലയിലേക്കും മഴമേഘങ്ങൾ സഞ്ചരിച്ചെത്തുന്നു. ഇതോടൊപ്പം അറബിക്കടലിൽ നിന്ന് മഹാരാഷ്ട്ര അടക്കമുള്ള മേഖലയിലേക്ക് മൺസൂൺ കടന്നെത്തുന്നു. ഇടവപ്പാതിക്ക് അഥവാ ജൂൺ 1-ാം തീയതിയോടെ കേരളത്തിൽ വന്നെത്തുന്ന മൺസൂൺ ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ചെത്തി തീരുമ്പോഴേക്ക് 2 മാസമെടുക്കും. ജൂൺ ആദ്യ വാരത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിലാകെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എത്തും. ജൂൺ 5-10 തീയതിയോടെയാണ് മുംബൈ മേഖലയിലേക്ക് മഴയെത്തുക. രാജസ്ഥാന്റെയും ഹരിയാനയുടെയും എല്ലാം വടക്കു പടിഞ്ഞാറൻ മേഖലയിലേക്ക് മൺസൂൺ എത്താൻ ഓഗസ്റ്റ് മാസം വരെയാകും.